കെമിക്കൽ റിയാക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ. അപ്പം അമീൻ്റെ ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ് അമീനിന് ബേസിക് ക്യാരക്ടർ വരുന്നത്? നമുക്കറിയാം അമീൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നൈട്രജൻ ആറ്റം ഉണ്ട് അല്ലേ? എന്താണ് ഈ നൈട്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത? നൈട്രജൻ ആറ്റം ഈസ് ഹാവിങ് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. നൈട്രജൻ ആറ്റത്തിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അമീൻസിലെ ഒരു ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ അമീൻസിൽ നൈട്രജൻ ആറ്റത്തിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ലൂയിസ് ബേസ് ആയിട്ടുള്ള ഇത്തരം അമീൻസ് മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോൾട്ട് ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മിനറൽ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് സോൾട്ട് ഫോർമേഷൻ നടത്തണമെങ്കിൽ അമീനിന് എന്ത് ക്യാരക്ടർ ആയിരിക്കും? ബേസിക് ക്യാരക്ടർ ആയിരിക്കും അല്ലേ? അപ്പോൾ അമീൻസ് ബേസിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് ഒരു ആലിഫാറ്റിക് പ്രൈമറി അമീനായിട്ട് RNH2 എന്ന് കൺസിഡർ ചെയ്യാം. RNH2 എന്ന് പറയുന്ന അമീനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ആറ്റത്തിൽ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് കാണാം. ദിസ് അമീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് മിനറൽ ആസിഡ് HX. എന്താണ് ഈ മിനറൽ ആസിഡ്? COH ഗ്രൂപ്പ് ഇല്ലാത്ത തരം ആസിഡുകളെ, കാർബോക്സിലിക് ആസിഡ് അല്ലാത്ത ആസിഡുകളെയാണ് മിനറൽ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇവയെല്ലാം തന്നെ മിനറൽ ആസിഡ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ പ്രൈമറി ആലിഫാറ്റിക് അമീൻ ഒരു മിനറൽ ആസിഡായിട്ട് HXുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇവിടെ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സോൾട്ടാണ് ഉണ്ടാകുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ അമീൻ എന്ന് പറയുന്നത് ഒരു ബേസിക് ക്യാരക്ടറുള്ള കോമ്പൗണ്ടാണ്. അതായത് അമീൻ ഒരു ബേസ് ആണ്. ഇനി ഒരു ആരോമാറ്റിക് അമീൻ ആണെങ്കിലോ, ഒരു ആരോമാറ്റിക് പ്രൈമറി അമീൻ ആയിട്ടുള്ള അനിലീനെ കൺസിഡർ ചെയ്താൽ അനിലീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് എ മിനറൽ ആസിഡ് ദാറ്റ് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ആൻഡ് ഫോം അനിലീനിയം ക്ലോറൈഡ്. ഇവിടെ അനിലീൻ എന്ന് പറയുന്ന അമീൻ HCl എന്ന മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സോൾട്ടാണ് അനിലീനിയം ക്ലോറൈഡ്. എങ്ങനെയാണ് ഈ അനിലീനിയം ക്ലോറൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്കറിയാം അനിലീൻ എന്ന് പറഞ്ഞാൽ NH2 ആണ് അല്ലേ? അതിലേക്ക് HCl ആഡ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? NH3Cl, NH3 + Cl- എന്ന അനിലീനിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. അമീനുകൾ മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് സോൾട്ടുകൾ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് ഈ അമീൻ സോൾട്ടിൻ്റെ പ്രത്യേകതകൾ? അമീൻ സോൾട്ട്സ് ആർ ജനറലി സോല്യുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ നന്നായിട്ട് സോല്യുബിൾ ആകുന്ന ഒന്നാണ് അമീൻ സോൾട്ടുകൾ. എന്നാൽ ഇവ ഓർഗാനിക് സോൾവെൻറ്റുകളായിട്ടുള്ള ഈതർ പോലെയുള്ളവയിൽ ഇൻസോല്യുബിൾ ആയിട്ടാണ് കാണപ്പെടുക. അപ്പം ഈ ഒരു വ്യത്യാസത്തിൽ ബേസ് ചെയ്തുകൊണ്ട് നോൺ ബേസിക് ഓർഗാനിക് കോമ്പൗണ്ട്സുകൾ ഉള്ള ഒരു മിക്സറിൽ നിന്നും അമീനെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വാട്ടറിൽ ഇൻസോല്യുബിൾ ആയിട്ടുള്ള മിക്സ്ചറും അല്ലെങ്കിൽ വാട്ടറിൽ സോല്യുബിൾ ആയിട്ടുള്ള അമീനും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു മിക്സറിൽ നിന്നും അമീനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അമീൻ മിനറൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കിട്ടുന്ന അമീൻ്റെ സോൾട്ടുകളെ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അമീൻ സോൾട്ടുകളെ ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യുക വഴി പാരൻ്റ് അമീൻ തന്നെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ RNH3 + X- എന്ന് പറയുന്നത് അമീൻ്റെ ഒരു സോൾട്ടാണ് അല്ലേ? ഇതിലേക്ക് OH- എന്ന ഒരു ബേസ് ചേർക്കുക വഴി എന്താണ് സംഭവിക്കുക നോക്കൂ. ഇതിൽ നിന്നും പ്രൈമറി അമീൻ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ലഭിക്കുന്നു. അപ്പം ഇങ്ങനെ അമീൻ സോൾട്ടിൽ നിന്നും അമീനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിന് അവയെ ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യിച്ചാൽ മതിയാവും. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അമീൻസിന് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അമീൻസിന് ബേസിക് ക്യാരക്ടർ ആണെന്നും അറിയാം അല്ലേ? എന്നാൽ അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടർ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് KB വാല്യൂവും PKB വാല്യൂവും മനസ്സിലാക്കിയാൽ മതി. അപ്പം എങ്ങനെയാണ് ഈ KB വാല്യൂവും PKB വാല്യൂവും മനസ്സിലാക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമുക്ക് അമീൻസിനെ, ഒരു പ്രൈമറി അമീനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നോക്കാം.
So primary amine undergo reaction with water. This is a reversible reaction. അപ്പോൾ എന്താണ് സംഭവിക്കുക? അമീൻ വാട്ടറിൽ നിന്നും ഒരു H+ സ്വീകരിച്ചുകൊണ്ട് പ്രോട്ടോണേറ്റഡ് ആയിട്ട് മാറി അല്ലേ? RNH3+ എന്ന ഒരു സ്പീഷീസ് ഉണ്ടായി, പ്ലസ് OH- ഫോം ചെയ്തു. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെയാണ് എഴുതാനായിട്ട് സാധിക്കുക? നമ്മൾ +1 ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് റെപ്രസെന്റഡ് ആസ് K is equal to concentration of products divided by concentration of reactant. ഇവിടെ റിയാക്റ്റന്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? RNH2 വാട്ടർ, പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് RNH3+ OH-. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുക എന്ന് നോക്കൂ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to concentration of product divided by concentration of reactant എന്ന് കൺസിഡർ ചെയ്താൽ എങ്ങനെ എഴുതുമെന്ന് നമുക്കൊന്ന് നോക്കാം. K is equal to concentration of RNH3+ into concentration of OH- whole divided by concentration of RNH2 into concentration of H2O. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിലുള്ള കോൺസെൻട്രേഷൻ H2O-നെ Kയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? K into concentration of H2O is equal to concentration of NH3+ into concentration of OH- divided by concentration of RNH2 എന്ന് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ K into concentration of H2O, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O എന്നതിനെ KB എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതൊരു ബേസ് ആയതുകൊണ്ടാണ് KB എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. KB is equal to concentration of RNH3+ into concentration of OH- divided by RNH2. ഇങ്ങനെ ഏതൊരു അമീൻ്റെയും KB വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി KB വാല്യൂ കിട്ടിക്കഴിഞ്ഞാലോ PKB വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. PKB is equal to -log KB. KB വാല്യൂ അറിയാമെങ്കിൽ അതിൻ്റെ -log എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അതാണ് PKB. അപ്പം ഇങ്ങനെ KB വാല്യൂവും PKB വാല്യൂവും മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഇക്വേഷൻ പ്രത്യേകം ഓർമ്മ വേണം. PKB is equal to -log KB. ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കൂ. ലാർജർ ദ വാല്യൂ ഓഫ് KB or smaller the value of PKB, stronger is the base. ഒരു സബ്സ്റ്റൻസ് സ്ട്രോങ് ബേസ് ആകണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ഹാവ് ലാർജർ വാല്യൂ ഓഫ് KB ആൻഡ് സ്മോളർ വാല്യൂ ഓഫ് PKB. അപ്പോൾ KB വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ PKB വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് ഒരു ബേസ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ KB വാല്യൂവിൻ്റെയും PKB വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബേസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. KB വാല്യൂ കൂടുതലും PKB വാല്യൂ കുറവും വരുന്നതാണ് ഒരു സ്ട്രോങ്ങർ ബേസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ അമോണിയയെയും ആൽക്കൈൽ അമീനെയും അരൈൽ അമീനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അമോണിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമോണിയയുടെ PKB വാല്യൂ എന്ന് പറയുന്നത് 4.75 ആണ്. എന്നാൽ ഒരു ആലിഫാറ്റിക് അമീനുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആലിഫാറ്റിക് അമീൻസ് ആർ മോർ സ്ട്രോങ്ങർ ദാൻ അമോണിയ. അമോണിയേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ബേസസ് ആയിട്ടാണ് ആലിഫാറ്റിക് അമീനുകൾ ആക്ട് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈമറി അമീൻ്റെ സ്ട്രക്ചറിൽ കൺസിഡർ ചെയ്യാം. RNH2 എന്ന ഒരു പ്രൈമറി ആലിഫാറ്റിക് അമീൻ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഉള്ള R ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന് ഹൈ ആയിട്ട് +I ഇഫക്റ്റ് ഉണ്ട്. എന്താണ് ഈ +I ഇഫക്റ്റ്? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ആൽക്കൈൽ പാർട്ടിലുള്ള മുഴുവൻ ഇലക്ട്രോണുകളെയും അത് നൈട്രജനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ നൈട്രജൻ കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ഒന്നായിട്ട് മാറുന്നു. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻ ദ കേസ് ഓഫ് ആലിഫാറ്റിക് അമീൻ ദീസ് ആർ കൺസിഡേർഡ് ആസ് മോർ സ്ട്രോങ്ങർ ദാൻ അമോണിയ. അമോണിയേക്കാൾ സ്ട്രോങ് ബേസ് ആയിട്ടാണ്
ഈ ആലിഫാറ്റിക് അമീൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ PKB വാല്യൂവിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ദ PKB വാല്യൂ വിതിൻ ദ റേഞ്ച് 3 to 4.22. ഇവിടെ ആലിഫാറ്റിക് അമീൻസിന്റെ PKB വാല്യൂ എന്ന് പറയുന്നത് 3 മുതൽ 4.22 വരെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ആരോമാറ്റിക് അമീൻസിന്റെ കേസിലോ, ആരോമാറ്റിക് അമീൻസിൽ ബെൻസീൻ റിംഗ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പൊ ബെൻസീൻ റിംഗിന്റെ പ്രത്യേകത എന്താ? ബെൻസീൻ റിംഗ് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഉള്ളവയാണ്. ഇത് നൈട്രജനിലുള്ള ഇലക്ട്രോണുകളെ പോലും അതിലേക്ക് ബെൻസീൻ റിംഗിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ ആരോ മാർക്ക് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയാം ഡ്യൂ ടു ദ ഹൈ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ ഓഫ് ദിസ് ബെൻസീൻ റിംഗ് aromatic amines are considered as weaker bases than ammonia. അപ്പോൾ അമോണിയേക്കാൾ സ്ട്രോങ്ങർ ബേസ് ആണ് ആലിഫാറ്റിക് അമീൻ എന്നും അമോണിയേക്കാൾ വീക്കർ ബേസ് ആണ് ആരോമാറ്റിക് അമീൻ എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ്. എന്നാൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല ഇവിടെ ബേസിറ്റിയെ നിർണ്ണയിക്കുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടാതെ സോൾവേഷൻ ഇഫക്റ്റ്, സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്നിങ്ങനെ പല ഫാക്ടേഴ്സും അമീൻസിൻ്റെ ബേസിക് നേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് അമീൻസിൻ്റെ ബേസിറ്റിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം.